നമ്മളിനി കാണാൻ പോകുന്നത് നമ്മുടെ ഈ വീക്കിലെ അല്ലെങ്കിൽ ഈ വീക്കെൻഡിലെ ദ ബിഗ്ഗസ്റ്റ് ഈ പ്രീമിയർ ലീഗ് ഗെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എവർട്ടൺ. നമുക്ക് ദ ബിഗ്ഗസ്റ്റ് പ്രീമിയർ ലീഗ് ഗെയിം. സ്വാഭാവികമായിട്ടും ടോട്ടനാം ആർസണലൊക്കെ കളിച്ച് നിൽക്കുകയാണ്, സിറ്റി പൊട്ടി നിൽക്കുകയാണ്, ലിവർപൂളും പിന്നെ സ്വാഭാവികമായിട്ട് പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. മൺഡേ നൈറ്റാണ് ഫുട്ബോൾ. ഒരു വിയേർഡ് ടൈമിങ്സ് ആണ്. ലൈക്ക് രാത്രി 1:30 ഇന്ത്യൻ സമയം കളി നടക്കാൻ പോകുന്നത്. സോ ഒരു വിയേർഡ് നൈറ്റാണ്, ഒരു വിയേർഡ് ഗെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വിയേർഡ് ടൈമിങ്സ് ആണ് ഈ ഗെയിമിൻ്റെ. സോ എന്നിരുന്നാലും നമുക്ക് മാച്ച് പ്രിവ്യൂ ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. സോ സ്വാഭാവികമായിട്ടും വെൽക്കം ടു ദ മാച്ച് പ്രിവ്യൂ ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എവർട്ടൺ. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ളതും കുറച്ചൊക്കെ ഹൈപ്പോത്തറ്റിക്കലുള്ള കാര്യങ്ങളായിരിക്കും. സോ ആദ്യം നമുക്ക് തുടങ്ങേണ്ടത് നമ്മുടെ ആസ് യൂഷ്വൽ ഇഞ്ചുറീസ് എന്നാണ്. സോ നമ്മുടെ ഇഞ്ചുറീസ് ഒരു കൺസേൺ ഉള്ളത് നമ്മുടെ സ്ട്രൈക്കർ സെസ്കോ ഇഞ്ചേർഡാണ്. ഒരു മാസത്തോളം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ അവിടെ ഒരു മേക്ക് ഷിഫ്റ്റ് നമുക്ക് നടത്തേണ്ടി വരും. പിന്നെ മെഗ്വർ ഇഞ്ചേർഡാണ് ഈ കളിയിൽ, അല്ലെങ്കിൽ ഈ കളിക്ക്. മെയിനും ഇഞ്ചേർഡ് ആയിരുന്നു, പക്ഷെ മെയിനും വീണ്ടും റിക്കവർ ചെയ്തിട്ട് ട്രെയിൻ ചെയ്തെന്ന് കേൾക്കുന്നുണ്ട്. സോ മിക്കവാറും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവില്ല എന്തായാലും, പക്ഷേ ബെഞ്ചിൽ ചിലപ്പോൾ മെനുവിൻ്റെ ഓപ്ഷൻസ് നമുക്കുണ്ടായിരിക്കും. ഞാൻ പേടിച്ചിരുന്ന മെനു ഇഞ്ചോർഡാണ്, കളിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഐ തിങ്ക് ഒരു സ്ക്വാഡ് ഓപ്ഷനായിട്ട് എന്തായാലും ബെഞ്ചിൽ മെനു ഉണ്ടാവും. പിന്നെ പറയാനുള്ളത് ലിച്ച മാർട്ടിനസിനെ കുറിച്ചിട്ടാണ്. ലിച്ച മാർട്ടിനസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിവിടെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ലിച്ച മാർട്ടിനസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആ ഡിഫൻസീവ് ലൈനിൽ നിന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് ബോൾ പ്ലേയിങ് ഡിഫൻഡേഴ്സ് ഇൻ ദ ലീഗ്, അല്ലെങ്കിൽ ഇൻ ദ വേൾഡ്. സോ ലിസാൻഡ്രോ മാർട്ടിൻസ് ചിലപ്പോൾ ഈ കളി കളിച്ചേക്കാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ലിസാൻഡ്രോ മാർട്ടിൻസിനെ ഞാൻ കംഫോർട്ടിൽ ഇട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 50-50 ചാൻസ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് അമോറിം ഇസ് തിങ്കിങ്. അമോറിം ഡിസൈൻ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും മാർട്ടിനസ് കളിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി ഐ വുഡ് ലൈക്ക് മാർട്ടിനസ് ടു പ്ലേ. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു ഈസി മാച്ച് അല്ല എവർട്ടനായിട്ട്. ഭയങ്കര ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സാണ് എവർട്ടൺ ഉള്ളത്. അവർ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യും നമ്മുടെ പ്ലേയേഴ്സിനെ. ഇഞ്ചുറി ആക്കാൻ ശ്രമിക്കുന്നില്ല, പക്ഷേ ഇൻറ്റൻഷനലി അവർ ഫൗളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ആ റിസ്ക് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ പേടി. എസ്പെഷ്യലി ആ ഒരു LCB റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അപ്പോൾ അതാണ് മാർട്ടിനസിനെ കുറിച്ച് പറയാനുള്ളത്. 50-50 ചാൻസ് ആണ്. മേ ബി സ്റ്റാർട്ട് ചെയ്യാം, മേ ബി സ്റ്റാർട്ട് ചെയ്യില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ കളി സ്മൂത്തായിട്ട് പോകുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് ചിലപ്പോൾ മാർട്ടിനസിനെ കാണാൻ പറ്റും ഈ കളിയിൽ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പിക്ക് ഓൺ ചെയ്ത് പോകേണ്ടാവുള്ളൂ. സോ അതാണ് ഇഞ്ചുറി സംഭവങ്ങൾ. ഇനി നമുക്ക് പറയാനുള്ള രണ്ട് ടീമിന് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ്. സോ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വയ്ക്കാം, അങ്ങനെ ഇൻഡെപ്തിക്കൊന്നും പോകുന്നില്ല. എവർട്ടൺ സ്ട്രെങ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് ഫുട്ബോൾ ടീമാണ്. സോ ബേസിക്കലി ഡയറക്റ്റ് ഫുട്ബോൾ, അറ്റാക്കിംഗ് ഫുട്ബോൾ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ട്രാൻസിഷനിലൊക്കെ വളരെ ത്രെറ്റ് ക്രിയേറ്റ് വരുന്ന ഒരു ഫുട്ബോൾ ടീമാണ്. ഒരു ഫുട്ബോൾ ഫിലോസഫി അവർക്കുണ്ട്. പിന്നെ വളരെ ഡിസിപ്ലിൻഡ് ടീമാണ്. ലൈക്ക് 11 പ്ലേയേഴ്സും വളരെ ഡിസിപ്ലിനായിട്ട് ഒരേ മെൻറ്റാലിറ്റി കളിക്കുന്ന ടീമാണ്. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, ഫാസ്റ്റ് അപ്രോച്ചാണ് അവരുടെ ഗെയിമിന്. സോ ബേസിക്കലി അവർ ലോങ് ബോൾ ഇട്ടിട്ട് പെട്ടെന്ന് ഗോൾ അടിച്ച് കോമ്പാക്റ്റായിട്ട് ഡിഫൻസീവ് ഷേപ്പ് കീപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ്. സോ അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നതും. അതായത് ഈ എവർട്ടൻ്റെ ഒരു പ്ലെയർ ഉണ്ട്, അവൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല പ്രൊണൗൺസ് ചെയ്യാൻ, പക്ഷേ അമോറിമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് ആ ഒരു പ്ലെയറാണ് അവരുടെ ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ. ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടൊരു 10 നമ്പർ ജേഴ്സി ധരിക്കുന്ന ഒരു ചങ്ങായിയാണ് അവരുടെ. ഒരു വിങ്ങിലൂടെ അതേപോലെ തന്നെ സ്ട്രൈക്കറായിട്ടും നല്ല പ്ലെയറാണ് മൂപ്പര്. ഭയങ്കര ട്രിക്കറിയാണ്, കാരണം ഡ്രിബിൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, നല്ല ഫിനിഷറാണ്. സോ ആ ഒരു പ്ലെയർ ട്രാൻസിഷനിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി മാറും. അതാണ് എവർട്ടൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അവരുടെ മിഡ്ഫീൽഡ് വളരെ ഫിസിക്കാലിറ്റി ഉള്ളതും വളരെ അജിലിറ്റി എന്ന് പറയില്ല, അതായത് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡാണ്. നന്ന ഫിസിക്കലാണ്, പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. വൺ ടച്ച് ഫുട്ബോൾ കളിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡ് അവർക്കുണ്ട്. അതവരുടെ സ്ട്രെങ്ത് ആണ്. പിന്നെ അവരുടെ ഗോൾ കീപ്പറുള്ള പിക്ഫോർഡ് ഓൺ ഫോം ആണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സാണ്. ഏത് ഇതും മൂപ്പര് തടഞ്ഞിടും, പഴയ ഡിഹേ പോലെയൊക്കെയാണ്. സോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പ്ലേയേഴ്സൊക്കെ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതാണ് എവർട്ടൻ്റെ ഒരു പ്രശ്നം, അവരുടെ സംഭവം. അതാണ് അവരുടെ വീക്ക്നെസ്സും. അവർ ചില ഗെയിമിൽ മാത്രമാണ് ഫുള്ളായിട്ട് ക്ലിക്ക് ആവുള്ളൂ. ചില ഗെയിമിൽ, മിക്കവാറും ഗെയിമിൽ അവർ ക്ലിക്ക് ആവാറില്ല ആ ടീം മൊത്തത്തിൽ. സോ അങ്ങനത്തെ അവസ്ഥയിൽ അവർ കൺസീഡ് ചെയ്യും ഗോൾസ്, അവർ തോക്കാറുണ്ട്. പിന്നെ എവേ ഫ്രം ഹോം ആണെങ്കിൽ, അല്ലെങ്കിൽ എവേ ഗെയിംസിലൊക്കെയാണ് എവർട്ടൺ അങ്ങനെ ഗോൾ അടിക്കുന്ന ടീമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഗോൾ കൺസീഡ് ചെയ്യുന്ന ടീമല്ല. സോ മാക്സിമം അവർ ഡ്രോ പിടിച്ച് ഒരു പോയിൻ്റ് എടുത്ത് തിരിച്ചു പോകാനുള്ള ലക്ഷ്യത്തിലാവും വരാൻ പോകുന്നത്. നേരെ പക്ഷേ നമ്മൾ ഹോമിലാണ്, നല്ല ഫോമിലാണ്. എനിക്ക് തോന്നുന്നു 9th or 8th എന്നാണ് നമ്മൾ ഹോം റെക്കോർഡ് ഫോം നിൽക്കുന്നത് ഇപ്പോൾ. എവർട്ടൺ കിടക്കുന്നത് 14-15 അവരുടെ എവേ റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ. സോ ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ടൈറ്റ് മാച്ച്. 3-4-5 ഗോളൊന്നും അടിക്കുന്ന ഒരു മാച്ച് ആയിരിക്കില്ല. ഒരു 1-0, 2-0, 2-1 അങ്ങനത്തെ ഒരു 2-2 അങ്ങനത്തെ റേഞ്ച് ആയിരിക്കും ഈ മാച്ച് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഞാൻ പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ആണ്. സോ നമ്മുടെ സ്ട്രെങ്ത് ബേസിക്കലി ഇപ്പോൾ നമുക്കൊരു ടീമുണ്ട്, അല്ലെങ്കിൽ ടീമായി കളിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെന്നതാണ് ഫസ്റ്റ് സ്ട്രെങ്ത് നമ്മുടെ.
ഡ്രിബിളോ അല്ലെങ്കിൽ പാസിംഗ് റേഞ്ചോ പാസിംഗ് പെർസെൻറ്റേജോ ഷോട്ട്സ് ഓൺ ടാർഗറ്റോ എക്സ് ഒന്നുമല്ല. ഒരു മെൻറ്റാലിറ്റി ഉണ്ട് നമ്മുടെ ടീമിന്. അതായത് ടീമായിട്ട് തോൽക്കില്ല, അതായത് ഈ ടീം ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ തോൽപ്പിക്കില്ല ഈ ക്ലബ്ബിൽ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഒരു മൈൻഡിലുണ്ട്. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഞാൻ കാണുന്നത്, സ്ട്രെങ്ത്താണ് ഞാൻ കാണുന്നത് യുണൈറ്റഡിൽ. പിന്നെ നമ്മുടെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ക്വാളിറ്റി കുറേ ഉണ്ട് ഇപ്പോൾ ടീമിൽ. സോ നമുക്കറിയാം ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ മാത്രമേ റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ചില മൊമെൻറ്റ്സിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രൂണോൻ്റെ ഒക്കെ ഒരു കഴിഞ്ഞ 3-4 വർഷം എടുത്ത് നമുക്കറിയാം ബ്രൂണോ നമ്മളെ ഒരുപാട് വർഷം സേവ് ചെയ്തിട്ടുണ്ട്. അത് പെനാൾട്ടിയിലാവാം, ഫ്രീ കിക്ക് ആവാം, ഒരു ത്രൂ ബോൾ ആയിരിക്കും മറ്റ് പ്ലേയേഴ്സിന്. സോ അങ്ങനത്തെ മൊമെൻറ്റ്സിലൊക്കെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് അതിലൊരാളാണ് ബ്രൂണോ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്ലേയേഴ്സ് ഇപ്പോൾ നമുക്കുണ്ട്. നമുക്ക് കുനിയുണ്ട്, എംബൂമോ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അതിൽ, അമാദ് ഉണ്ട്, ബ്രൂണോ ഉണ്ട്, മേ ബി സെർക്സിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ലിസാൻഡ്രോ മാർട്ടിൻസ് വന്ന് ലിസാൻഡ്രോയ്ക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ കുറേ പ്ലേയേഴ്സ് ഇപ്പോൾ നമുക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ടീമായിട്ട് നമ്മൾ എന്താ പറയുക ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോളൊന്നും കളിക്കുന്നില്ലെങ്കിലും മേ ബി ഒരു 1 or 2 മൊമെൻറ്റ്സ് നമുക്കൊരു 1-2 ഗോൾ അടിക്കാൻ പറ്റുന്ന ക്വാളിറ്റി നമ്മുടെ ടീമിലുണ്ട്. സോ അത് നമുക്കൊരു വലിയൊരു പോസിറ്റീവാണ്. ഞാൻ അഗെയിൻ പറഞ്ഞില്ല, ഞാൻ ഇൻഡെപ്തിക്കൊന്നും പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആസ് എ നോർമൽ യുണൈറ്റഡ് ഇമോഷണലി കണക്റ്റഡ് ഫാൻ എന്ന രീതിക്ക് പറയുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വീക്ക്നെസ് നോക്കാം. സോ വീക്ക്നെസ് എനിക്ക് തോന്നുന്നത് മിഡ്ഫീൽഡ് നമ്മളിപ്പോൾ കുറച്ചും കൂടി സോർട്ടഡ് ആണ്. ആസ് ഇൻ അമോറിം അതിലൊരു ട്വീക്ക് വരുത്തി നമ്മുടെ ഒരു നമ്പർ 10 മിഡിലോട്ട് കൊണ്ടുവരുന്ന കവർ കൊടുക്കുന്നു. മറ്റേ എന്താ പറയുക ഒപ്പോണൻസ് അവിടെ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അത് വർക്കാവുന്നുണ്ട്. പക്ഷേ എനിക്കവിടെ അത് വർക്കാവുന്ന സമയത്ത് എൻ്റെ കാഴ്ചപ്പാടാണ്, എൻ്റെ അഭിപ്രായമാണിത്. ഗോളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൺസീഡ് ചെയ്യുന്ന ഗോളുകളുടെ എണ്ണം ഇപ്പോൾ കൂടി തുടങ്ങി. അത് എൻ്റെ ഒരു വലിയൊരു എന്താ പറയുക പേടിയാണ് ഇപ്പോൾ. കാരണം എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ് സ്റ്റാർട്ട് കണ്ടതാണ്, ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും കൂടുതൽ ഹോമിൽ ഗോൾ അടിച്ചുള്ള ടീം യുണൈറ്റഡ് ആണ്, ഐ മീൻ ഹോം മാച്ചസിലൊക്കെ. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഏറ്റവും കൂടുതൽ എവേ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഏറ്റവും കൂടുതൽ കൺസീഡ് ചെയ്തുള്ള ടീം നമ്മളാണ്. സോ അതൊരു എന്താ പറയുക അത്ര രസമുള്ള സ്റ്റാറ്റ് അല്ല, വായിക്കാൻ അത്ര സുഖമുള്ള സ്റ്റാറ്റ് അല്ല അത്. സോ അതന്നെ എൻ്റെ വലിയൊരു പേടിയാണ് ഈ കളിയിൽ വരുമ്പോഴും. കാരണം നമ്മൾ കൺസീഡ് ചെയ്യുന്നുണ്ട് ഗോൾസ്. ഈവൺ ദോ എവർട്ടൺ അങ്ങനെ ഗോൾ അടിക്കുന്നൊരു ടീം അല്ലെങ്കിലും, അല്ലെങ്കിൽ അവർ ഗോൾ കൺസീഡ് ചെയ്യുന്ന ടീമും അല്ല, പക്ഷേ ഈ കളിയിൽ വരുമ്പോൾ എന്തോ നമ്മൾ ഗോൾ കൺസീഡ് ചെയ്ത രീതി എടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു റെക്കോർഡ് എടുത്താൽ അത്ര നല്ലതല്ല. സോ അതൊരു സംഭവമാണ് നമ്മൾ വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ അതാണ് നമ്മുടെ വീക്ക്നെസ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു സീനാണ്. കാരണം ഡോർഗോ ഡാലോയോ, ഐ തിങ്ക് ഡാലോ ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഈ സീസണിൽ. ഐ തിങ്ക് ഡോർഗോ കളിച്ച് പിന്നെയും ബെറ്ററാണ്, പക്ഷെ എന്നാലും നമുക്ക് റൈറ്റിലുള്ള പോലത്തെ ഒരു ബാലൻസ് നമ്മുടെ ലെഫ്റ്റിൽ കിട്ടുന്നില്ല. സോ ഒപ്പോണൻസ് എല്ലാവരും ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ അല്ലെങ്കിൽ റൈറ്റ് നമ്മളെ കൂട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് കൂടെ ഒന്നും നടക്കുന്നില്ല എന്ന് വെച്ചിട്ട് റൈറ്റ് അമാദിനെയും എംബൂവിനെ ഇവരോട് ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് ലെഫ്റ്റിലൂടെ കളിക്കാൻ പറയുകയാണ്. അപ്പോൾ അത് നമുക്കൊരു സീനാണ്. എസ്പെഷ്യലി ലോ ബ്ലോക്കിനെതിരൊക്കെ വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. സോ അതൊരു വീക്ക്നെസ് ആണ്. അത് നമ്മൾ ഈ കളിയിൽ എങ്ങനെയെങ്കിലും അത് വീക്ക് ചെയ്ത് നമ്മളത് ശരിയാക്കി എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 2 ടീമിൻ്റെയും കീ പ്ലേയേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ ബേസിക്കലി ഞാൻ എവർട്ടൻ്റെ കീ പ്ലെയറെ നേരത്തെ പറഞ്ഞു, ഇൻഡായ പറഞ്ഞ അവിടെ നമ്പർ 10 ധരിക്കുന്ന സ്ട്രൈക്കറാണ്. പിന്നെ അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള പിക്ഫോർഡാണ്. ഇവർ രണ്ടുപേരുമാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ലൈനപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഈ സീസണിൽ. ഇനി നമ്മുടെ സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് സ്വാഭാവികമായിട്ട് എംബൂമോ ഈസ് റിയൽ ഫാക്ടർ, എക്സ് ഫാക്ടറാണ് നമ്മുടെ ടീമിലെ. പിന്നെ അതുപോലെ തന്നെ ലിച്ച കളിക്കുന്നുണ്ടെങ്കിൽ ലിച്ച മാർട്ടിൻസ് ആയിരിക്കും ആ ഒരു കീ പ്ലെയർ നമുക്ക് വേണ്ടിയിട്ട്. ഇനി അഥവാ ലിച്ച കളിക്കുന്നില്ലെങ്കിൽ ഐ തിങ്ക് ഇൻ മൈ ഒപ്പീനിയൻ, ഞാനിത് ഇവിടെ പറയുന്നത് തന്നെ അയാൾക്ക് വലിയൊരു അപ്ലോസ് ആണ്. ഐ തിങ്ക് ലൂക്ക് ഷോ ആൻഡ് എംബൂമോ വിൽ ബി 2 കീ പ്ലേയേഴ്സ് ടു ലുക്ക് ഔട്ട് ഫോർ ഇൻ ദിസ് മാച്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ലൂക്ക് ഷോന് ക്രോസസ്, അതാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ എംബൂമോൻ്റെ ഇൻഫോം എംബൂമാണ് ഇപ്പോൾ ബെസ്റ്റ് ഫിനിഷർ ഈ ലീഗിൽ എന്ന് എൻ്റെ അഭിപ്രായം. സോ അതാണ് ഞാൻ പ്ലെയറിനെ പിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മാച്ച് സിനാരിയോസിലേക്ക് ഒന്ന് കിടക്കാം. സോ ബേസിക്കലി ഞാൻ പറയാൻ പോകുന്ന സംഭവം ഞാൻ പറഞ്ഞു ഈ ഒരു കളി എങ്ങനെയായിരിക്കും പോകുക എന്നുള്ളത്. ടാക്ടിക്കലി അല്ല, മെൻ്റലി പ്ലേയേഴ്സ് എങ്ങനെയായിരിക്കും ഈ കളി പെർഫോം ചെയ്യുന്നുള്ളത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചു. അതിൻ്റെ കൂടെ ഞാൻ പറയുന്നൊരു കാര്യം, ഈ കളിയിൽ 2 മാനേജേഴ്സിൻ്റെ ഫിലോസഫി ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ബേസിക്കലി അമോറിമിന് ബോൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ഗോൾ അടിക്കാനുള്ളൊരു സംഭവമുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ മൂപ്പര് പെട്ടെന്ന് ബോൾ മൂവ് ചെയ്തിട്ട് ഗോൾ അടിക്കുന്ന ഒരു സംഭവമുണ്ട്. സോ അങ്ങനത്തെ ഒരു ഫിലോസഫി അമോറിമിനുണ്ട്. അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ്. ഡേവിഡ് മോയ്സ് കുറച്ചും കൂടി ഡിഫെൻസീവായിട്ട് കോമ്പാക്റ്റായിട്ട് ഡിസ്പ്ലേ ആയിട്ട് നിൽക്കുക, എന്നിട്ട് കൗണ്ടറിൽ ഗോൾ അടിക്കുക, അവർ അങ്ങനെ ഹേർട്ട് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ ഈ ഗെയിമിന് എടുക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ ലിവർപൂൾ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ മാച്ച് എടുക്കാൻ പറയുള്ളൂ. കാരണം ഈവൻ ദോ ലിവർപൂളിനടുത്ത് 75-80% ബോൾ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നോട്ടിംഗ്ഹാമാണ് 3 ഗോൾ അടിച്ചത്, അത് 25% പൊസിഷൻ വെച്ചിട്ട്. സോ അങ്ങനത്തെ ഒരു കളിയായിരിക്കും എവർട്ടൺ കളിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം മെൻ്റലി പ്രിപ്പയർഡ് ആണെന്നും നമുക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നും ബേസിട്ടായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത്. സോ അതായിരിക്കും മാച്ച് സിനാരിയോ ഞാൻ പറയാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, അതായിരിക്കും എൻ്റെ മാച്ച് സിനാരിയോ.
ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ റെഫറിനെ കുറിച്ചിട്ടാണ്. സോ റെഫറി ആക്ച്വലി ടോണി ഹാരിങ്ടൺ കൊണ്ട് റെഫറിയാണ് ഇത് ഈ ഗെയിം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. മൂപ്പര് ഹാൻഡിൽ ചെയ്ത ഒരു ഗെയിമിലും ആക്ച്വലി യുണൈറ്റഡ് ജയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ഡ്രോയും 2 ലോസുമാണ് ഇയാൾ റെഫറി ചെയ്ത എല്ലാ ഗെയിമിലും യുണൈറ്റഡിന് റെക്കോർഡ് വൈസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതേ ആളാണ് എനിക്കൊന്ന് ബ്രൂണോനെ റെഡ് കൊടുത്ത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അഗെയിൻസ്റ്റ് ടോട്ടനം ലാസ്റ്റ് സീസണിൽ. സോ നമുക്കത്ര സപ്പോർട്ടീവായിട്ടുള്ള റെഫറി അല്ല. സോ ഡെസിഷൻസൊക്കെ ചിലത് നമ്മൾ ശരിക്കും ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന സംഭവം ഞാൻ കാണുന്നുണ്ട് റെഫറിയുടെ സൈഡിൽ നിന്ന്. സോ അത് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പ്രൊഡിക്റ്റഡ് ലൈനപ്പാണ്. പ്രൊഡിക്റ്റഡ് ലൈനപ്പ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഗ്രാഫിക്സിൽ കാണുന്ന പോലെ ആയിരിക്കും എൻ്റെ പ്രൊഡിക്റ്റഡ് ലൈനപ്പ്. സോ ലാമൻസ് സ്റ്റാർട്ട് ചെയ്യും ഗോൾ കീപ്പറായിട്ട്, സ്വാഭാവികമാണ്. യോറോ, ഡിലിറ്റ് ആൻഡ് ഷോ ആയിരിക്കും. സോ അതാണ് എൻ്റെ ബാക്ക് 3 വരുന്നത്. അമാദ് ആൻഡ് ഡോർഗോ ആയിരിക്കും എൻ്റെ 2 വിങ് ബാക്കായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ മിഡ്ഫീൽഡിലോട്ട് സ്വാഭാവികമായിട്ടും ബ്രൂണോ, കസമിറോ ആയിരിക്കും വരാൻ പോകുന്നത്. മൗണ്ട് ആൻഡ് എംബൂമോ ആയിരിക്കും എൻ്റെ 2 നമ്പർ 10. പിന്നെ സ്ട്രൈക്കറായിട്ട് ഐ വുഡ് ആക്ച്വലി പിക്ക് കുനിയ. സെർക്സി ഈ കളിയിൽ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സെർക്സി ആക്ച്വലി ഇതുവരെ ഒരു കളി കളിച്ചിട്ടില്ല. സോ ബേസിക്കലി സെർക്സി ഇപ്പോൾ കളിച്ചാലും ഐ ഡോണ്ട് തിങ്ക് ഈ എവർട്ടൺ ഡിഫൻഡേഴ്സിനെതിരെ പിടിച്ച് നിൽക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി വൈസ് ആണെങ്കിലും ഫിസിക്കാലിറ്റി ആണെങ്കിലും അവനുണ്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി സബ്ബായിട്ട് വന്നിട്ട് എവർട്ടൺ ഡിഫൻഡേഴ്സിന് ട്രബിൾ ചെയ്യാൻ സെർക്സിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു കുനിയായിരിക്കും സ്ട്രൈക്കറായിട്ട് കളിക്കാൻ നല്ലത്. മേ ബി ഒന്ന് പുറകിലോട്ട് ഇറങ്ങി ഒന്ന് ഡ്രോപ്പ് ഇൻ ചെയ്ത് പന്ത് ക്യാരി ചെയ്യാനൊക്കെ കുനിയക്കുള്ള എബിലിറ്റി ഉണ്ട്. എഗെയിൻ ഇൻഡിവിജ്വൽ ക്വാളിറ്റിയുള്ള പേരാണ് കുനിയ. സോ സ്വാഭാവികമായിട്ടും മേ ബി കുനിയായിരിക്കും നാളത്തെ ഫസ്റ്റ് ഗോൾ അടിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. സോ അതാണ് എൻ്റെ പ്രൊഡിക്റ്റഡ് ലൈനപ്പ്. ഇനി എനിക്ക് പറയാനുള്ളത് ടാക്ടിക്കൽ സെറ്റപ്പാണ്. സോ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ പോവാണ്. ടാക്ടിക്കൽ സെറ്റപ്പ് എന്തായിരിക്കും, സ്റ്റൈൽ ഓഫ് പ്ലേ നമ്മൾ നേരത്തെ സംസാരിച്ചു. ടാക്ടിക്കൽ സെറ്റപ്പ് എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ കാണാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നത് എവർട്ടൺ ഒരു 4-2-3-1 ആണെങ്കിലും ഒരു 4-4-2 ഷേപ്പിലായിരിക്കും എവർട്ടൺ കളിക്കാൻ പോകുന്നത്. എന്നിട്ട് അവരൊരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്ത് ആവശ്യ സമയത്ത് മാത്രം പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇറങ്ങി വന്ന് മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്ത് അവരുടെ 4 ഡിഫൻഡേഴ്സും അതേപോലെ തന്നെ 5 മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ മിഡിൽ 5 പേരെ വെച്ചിട്ട് അവർ ബ്ലോക്ക് ചെയ്യാനായിരിക്കും അവർ നോക്കുന്നത്. പിന്നെ ഒരു സ്ട്രൈക്കർ, അതായത് എൻഡായെ എനിക്ക് അറിഞ്ഞൂടെ അവർ പേരെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാന്നുള്ളത്, ആ നമ്പർ 10 വെച്ചിട്ടായിരിക്കും അവർ ബോള് ട്രാൻസിഷനിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. വിത്ത് അവരുടെ ആ മിഡിൽ കളിക്കുന്ന 5 പ്ലേയേഴ്സ് 2 പ്ലേയേഴ്സ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കയറി ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ വരുന്നുണ്ടാവും. ഇതായിരിക്കും എനിക്ക് അവർ ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും പോകുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ മിക്കവാറും ലോങ് ബോളോ അല്ലെങ്കിൽ സെക്കൻഡ് ബോളോ ഫസ്റ്റ് ബോളോ വിൻ ചെയ്യാനായിരിക്കില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്യുന്നതായിരിക്കും. കാരണം എവർട്ടൺ പ്രസ്സിങ്ങിൽ അങ്ങനെ വലിയൊരു മെച്ചുള്ള ടീമല്ല. സോ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പന്ത് അവരുടെ കൈ കിട്ടുന്നുള്ളൂ 100% ഇൻറ്റൻസിറ്റി ഇട്ടുകൊണ്ട് പന്ത് വിൻ ചെയ്തിട്ട് പെട്ടെന്ന് ഫൈനൽ തേർഡിലോട്ട് പന്ത് എത്തിച്ച് എംബൂമെ കൊണ്ടോ കുനിയെ കൊണ്ടോ മൗണ്ടിനെ കൊണ്ടോ ഈവൻ ബ്രൂണോനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനായിരിക്കും നമ്മൾ നോക്കുന്നത്. അമാദിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ക്രോസസ് ഫ്രം അബാദിൻ്റെ സൈഡിൽ നിന്നായാലും ഡോർഗുൻ്റെ സൈഡിൽ നിന്നാലും ഇപ്പുറത്തു നിന്നായാലും ക്രോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ക്രോസ് വരുന്നതിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ആ ബോക്സിനുള്ളിൽ ക്രോസ് വരുന്നതിൻ്റെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനായിരിക്കും നമ്മൾ കൂടുതൽ നോക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഫസ്റ്റ് ബോൾ വിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ഡിഫൻഡേഴ്സിനെതിരെ. സോ ലെറ്റ്സ് സേ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ കുനിയ ഉണ്ട്, തൊട്ട ബാക്കിൽ എംബൂമോ ഉണ്ടെങ്കിൽ കുനിയയ്ക്ക് കൊടുക്കുന്ന ബോൾ പോലെ കാണിച്ച് മേ ബി എംബൂമോയ്ക്ക് ഒരു ഫ്ലിക്ക് പോലെ കൊടുത്ത് ബാക്കിലോട്ട് കൊടുത്ത് എംബൂമോക്കിന് ഗോൾ അടിപ്പിക്കാനൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഹാപ്പൻ, ഇറ്റ് മേ ഹാപ്പൻ. ഇതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. സംഭവിക്കാതിരിക്കാം. സോ ഇതായിരിക്കും നമ്മുടെ മാച്ച് അല്ലെങ്കിൽ ടാക്ടിക്കലി നമ്മൾ എങ്ങനെ കളിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഇതാണ്. വളരെ ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് പറഞ്ഞാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻസ് താഴെ കമൻറ്റ് ചെയ്യാം. ആരായിരിക്കും ഈ കളി ജയിക്കുക, ആരായിരിക്കും ഗോൾ അടിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ മാച്ച് പ്രിവ്യൂ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എവർട്ടൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാ മലയാളി യുണൈറ്റഡ് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ഇറ്റ്. സോ നമ്മൾ മിക്കവാറും ലൈവ് വാച്ചിലൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാം, ഇല്ലെങ്കിൽ മാച്ച് കഴിഞ്ഞിട്ട് മാച്ച് റിയാക്ഷൻ നമ്മൾ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് മിറാജ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് യു ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. സീ യു സൂൺ.